السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام المتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام. الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹു അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒരുപോലെ വർഷിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൽക്കർമ്മങ്ങളെയും പുണ്യകർമ്മങ്ങളെയും വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന നന്മകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാം സമസമൂഹത്തോടുള്ള കടമയും കടപ്പാടുകളും പഠിപ്പിച്ച മതമാണ്. തന്റെ ജനനത്തിന് കാരണക്കാരായ മാതാപിതാക്കൾ തന്റെ ജീവിതത്തിലേക്ക് താൻ സ്വീകരിച്ച പ്രാണപ്രേയസിയായി കൊണ്ടുവന്ന തന്റെ ഇണതുണകളോട്, ദാമ്പത്യവല്ലരിയിൽ കായ്ക്കുന്ന ഫലങ്ങളായി പിറന്നു വീണ കുഞ്ഞു മക്കളോട്, കൂടപ്പിറപ്പുകളോട്, കൂട്ടുകുടുംബത്തോട്, അയൽവാസികളോട്, സമൂഹത്തോട്, ആദർശ ബന്ധുക്കളോട്, പണക്കാരോട്, പണിക്കാരോട്, തൊഴിലാളിയോട്, മുതലാളിയോട്, വയസ്സിന് മുതിർന്നവരോട്, വയസ്സിന് ഇളയവരോട്, ജീവിതത്തിൽ മനുഷ്യരെ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, അതിന്റെ മനഃശാസ്ത്രം നിർവചിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, അവർ ഭൂമിയിൽ കുഴപ്പം വിതക്കുന്നവരും പരലോക പരീക്ഷയിൽ പരാജയപ്പെട്ടവരുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളാണ്: ഒന്ന് ആദർശ ബന്ധം, മറ്റൊന്ന് കുടുംബ ബന്ധം, മറ്റൊന്ന് അയൽപ്പക്ക ബന്ധം. ഇതിൽ നമുക്കിന്ന് പരാമർശ വിധേയമാക്കാനുള്ളത് നമ്മുടെ കൂട്ടുകുടുംബത്തെ കുറിച്ചാണ്. ഒരു ബന്ധം ഊഷ്മളമാവണമെങ്കിൽ എങ്ങനെയാണ് നമുക്കിടയിൽ നിഷ്കപടവും നിർലോഭവും നിഷ്കളങ്കവുമായ ബന്ധം രൂപപ്പെടുന്നത്? അതിന് ഇസ്ലാം പഠിപ്പിച്ച ചില മൂല്യങ്ങൾ ചേർത്തുവെക്കലാണ് പരിഹാരം. സ്നേഹം, അൺകണ്ടീഷണൽ സ്നേഹം, ലവ്, ഒരു നിരുപാധിക സ്നേഹം, അത് മനുഷ്യരെ, അവരുടെ ബന്ധങ്ങളെ ചേർത്തുവെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. മറ്റൊന്ന് പരസ്പരമുള്ള കാരുണ്യമാണ്. ദയയും ദാക്ഷിണ്യവും വിട്ടുവീഴ്ചയും ബന്ധങ്ങളെ ചേർത്തുവെക്കുന്ന നന്മകളാണ്. സൽസ്വഭാവവും പരിഗണനയും
പരസ്പരമുള്ള ആദരവും ബന്ധങ്ങളെ ചേർത്തുവെക്കുന്ന മനഃശാസ്ത്രപരമായ സമീപനങ്ങളാണ്. ഈ ഉന്നതവും ഉദാത്തവുമായ മൂല്യങ്ങൾ മനുഷ്യർ പഠിച്ചെടുക്കുന്ന പാഠശാലയാണ് മനുഷ്യന്റെ കുടുംബം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഏകദേശം 6543 വരുന്ന സസ്തനികളുണ്ട് എന്നതാണ് പഠനം. സസ്തനി എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവിവർഗങ്ങൾ. ഇതിൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത്. ബാക്കി എല്ലാ സസ്തനികളും കൂട്ടങ്ങളാണ്, കുടുംബങ്ങളല്ല. ആടുകൾ കൂട്ടങ്ങളാണ്, ഭാര്യയും ഭർത്താവും മക്കളുമായി ജീവിക്കുന്ന ഒരു സിസ്റ്റം അല്ല. പശുക്കൾ, മാടുവർഗങ്ങൾ കൂട്ടങ്ങളാണ്, ഒട്ടകങ്ങൾ കൂട്ടങ്ങളാണ്. അതിന് പക്ഷിപ്പറവാദികളെ നിരീക്ഷിച്ചാലും അവ കൂട്ടങ്ങളാണ്, ഉറുമ്പുകൾ കൂട്ടങ്ങളാണ്. എന്നാൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത്. ആദിമ മനുഷ്യൻ മുതൽ ഈ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. നിനക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിനക്കുള്ള ഇണയെ സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആണും പെണ്ണും പരസ്പര പൂരകങ്ങളായി ഇണതുണകയായി ജീവിക്കുക എന്നത് ദൈവികമായി വന്നു കിട്ടിയ ഒരു കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബം അനിവാര്യമായി മനുഷ്യ ജീവിതത്തിൽ മാറുന്നത്? മറ്റെല്ലാ ജീവജാലങ്ങളെയും അപേക്ഷിച്ച് മനുഷ്യർ വിശിഷ്യ നൽകപ്പെട്ട 3 ഹിദായത്തുകൾ കാണാൻ കഴിയും. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവിവർഗങ്ങൾക്കും അവയുടേതായ സൃഷ്ടിപ്രകൃതി നൽകുകയും അവയുടെ ജീവിത സന്ധാരണത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് നിങ്ങളുടെ റബ്ബ്. ഇത് ഏതൊരു സൃഷ്ടിയെയും അവ എങ്ങനെ ജീവിക്കണമെന്ന ആവാസ വ്യവസ്ഥയെ അള്ളാഹു അവർക്ക് അന്തർലീനമായി ഇൻബിൽട്ടായി പകർന്നു നൽകിയതിനെ കുറിച്ചുള്ള പ്രയോഗമാണ്. മനുഷ്യർക്ക് അള്ളാഹു നൽകിയത് ഒന്ന് പഞ്ചേന്ദ്രിയ ജ്ഞാനമാണ്. കാണാനും കേൾക്കാനും രുചിക്കാനും ആസ്വദിച്ചറിയുവാനും ഗന്ധമറിയാനും സ്പർശന സുഖം ഏൽക്കാനും ഇത് ഏറെക്കുറെ മൃഗങ്ങൾക്കുമുള്ളതാണ്. രണ്ടാമത്തെ ഹിദായത്ത് മനുഷ്യന് വിശേഷപ്പെട്ട് നൽകിയത് ബുദ്ധിയും വകതിരിവും വിവേകവുമാണ്. അത് മറ്റു ജീവജാലങ്ങളിൽ പലതിനും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ പോത്ത് തന്നെയാണ് ഇന്നത്തെയും പോത്ത്, അന്നത്തെ കുരങ്ങ് തന്നെയാണ് ഇന്നത്തെയും കുരങ്ങ്. പ്രത്യേകിച്ച് വികാസങ്ങളോ വികസനങ്ങളോ പുരോഗതിയോ നേടിയിട്ടില്ല. എന്നാൽ മനുഷ്യർ അവരുടെ ബുദ്ധിയും വകതിരിവും വിവേകവും ഉപയോഗിച്ച് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ആദരണീയരായി സൃഷ്ടിക്കപ്പെട്ടവരും അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ കണ്ടുപിടുത്തങ്ങളെ ആവിഷ്കരിച്ചവരുമാണ്. അമ്പരചുംബിയായ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് അതിന്റെ മുകളിൽ റൂഫ് ഗാർഡൻ ഉണ്ടാക്കി അവിടെ നീന്തൽക്കുളം നിർമ്മിച്ച് ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിയവരാണ്. അതിനൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തവരാണ്. ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലുമുള്ളവരുമായി സംസാരിക്കുമാറ് സാങ്കേതിക വിദ്യകളെ വികസിപ്പിച്ചവരാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന രോഗങ്ങളെ അടക്കം കണ്ടെത്തുന്ന രീതിയിലുള്ള അതിനൂതനമായ വൈദ്യശാസ്ത്ര രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങളെ വികസിപ്പിച്ചവരാണ്. മനുഷ്യ മസ്തിഷ്കത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന റോബോട്ടുകൾ നിർമ്മിച്ച് അത്ഭുതം തീർത്തവരാണ്. വിരൽത്തുമ്പം അമർത്തിയാൽ ലോകത്തിലെ ഏത് മുക്കുമൂലയിലുമുള്ളവരുമായി സംസാരിക്കുമാറ് അവന്റെ സാങ്കേതിക വിദ്യകളെ വികസിപ്പിച്ചെടുത്തവരാണ്. ഞാൻ പറയുന്നത് ഇത് ബുദ്ധിയും വകതിരിവും വിവേകവും കൊണ്ട് മനുഷ്യർ വിശേഷിച്ച് നേടിയെടുത്തതാണ്. അതിനപ്പുറത്ത് മൂന്നാമത്തെ ഹിദായത്ത്, ഇങ്ങനെ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ട് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം അവതീർണമായി ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട് മനുഷ്യന്റെ അസ്തിത്വത്തെയും മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും മനുഷ്യന്റെ കെട്ടുപാടുകളെയും കൂട്ടുകുടുംബത്തെയും ബന്ധങ്ങളെയും നിർവചിച്ച് പഠിപ്പിച്ചു കൊടുത്ത് മരണാനന്തര ജീവിതത്തെ അടക്കം അവൻ ഓർമ്മപ്പെടുത്തി കൊടുത്ത് ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു നൽകി എന്നത് അള്ളാഹു നൽകിയ മൂന്നാമത്തെ ഹിദായത്താണ്. ഇവിടെ ഈ സവിശേഷ സാഹചര്യത്തിൽ ആദരവോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അവന്റെ കുടുംബം എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യക്കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് തലച്ചോറിന്റെ വളർച്ച വെറും 1% ആയ നിലക്കാണ്. മറ്റെല്ലാ സസ്തനികളും പ്രസവിച്ചു വീഴുമ്പോൾ 50, 60, 70, 80%
തലച്ചോറ് വികസിച്ചത് കൊണ്ട് തന്നെ അവക്ക് പിറന്നു വീണാൽ അമ്മയുടെ അകട്ടിലേക്ക് ആരും വഴി കാണിക്കേണ്ടതില്ല. ചാടിക്കുടഞ്ഞ് എഴുന്നേറ്റ് അമ്മയുടെ അകട്ടിൽ ചെന്ന് അതിന്റെ പാല് കുടിക്കും. എന്തുകൊണ്ട്? അതിന്റെ തലച്ചോറ് അതിനനുസരിച്ച് വികാസം പ്രാപിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന സസ്തനികൾ ജനിച്ചു വീണത്. എന്നാൽ മനുഷ്യ കുഞ്ഞുങ്ങൾ മലർന്നു കിടന്ന് കരയാനല്ലാതെ മറ്റൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവനെ എടുത്ത് അമ്മയുടെ മുലക്കണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് വായയിൽ മുലക്കണ്ണ് ചേർത്ത് വെച്ച് കൊടുത്താൽ മാത്രമേ ഒരു കുഞ്ഞ് കുടിക്കുന്നുള്ളൂ. ആ കുഞ്ഞിനറിയില്ല തന്റെ ആഹാരം എവിടെയാണെന്ന്. സ്വന്തം വിസർജ്യത്തിൽ കൈകാലിട്ടടിച്ച് സ്വന്തം വിസർജ്യം തിന്നുന്ന കുഞ്ഞുങ്ങൾ, മനുഷ്യ കുഞ്ഞുങ്ങൾ, ക്ഷുദ്രജീവികളെ കയറി പിടിക്കുന്നവർ, ഉരുണ്ട് ചെന്ന് കുഴിയിലും ബക്കറ്റിലും വീഴുന്നവർ, തന്നെക്കുറിച്ച് താൻ ആരെന്നു പോലും അറിയാത്ത കുഞ്ഞിളം പൈതലിനെ ആര് വളർത്തും? അതിനെ വളർത്താൻ അതിന്റെ ജനനത്തിന്റെ കാരണക്കാരായ മാതാപിതാക്കളുടെ കൈകളാണ് ഏറ്റവും സുരക്ഷിതമെന്ന് അറിയുന്ന റബ്ബ് കുടുംബമെന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ ഒരു മനുഷ്യ കുഞ്ഞ് വളർന്നു വരണം എന്ന് തീരുമാനിച്ചു. ആ മനുഷ്യ കുഞ്ഞുങ്ങൾ വളർന്ന് വികസിച്ച് മുന്നോട്ടു പോകുമ്പോൾ അവനിൽ ചില മൂല്യങ്ങൾ രൂഢമൂലമാവേണ്ടതുണ്ട്. മാതാവ് വാരി പുണരുമ്പോഴും സ്നേഹത്തോടെ പാലൂട്ടുമ്പോഴും തുരുതുര ഉമ്മ വെക്കുമ്പോഴും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ദയയുടെ പാഠപുസ്തകമാണ് ഒരു ഉമ്മയുടെ മടിത്തട്ട്. ഒരു കുടുംബത്തിന് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന പിതാവിന്റെ ത്യാഗവും സമർപ്പണവും അത് പഠിപ്പിക്കപ്പെടുന്ന പാഠശാലയാണ് ഉപ്പയുടെ ജീവിതം. ഇങ്ങനെ നിരവധി മൂല്യങ്ങൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹായിച്ചും കരുണ കാണിച്ചും സമർപ്പിച്ചും അടിമയെപ്പോലെ പണിയെടുത്തും രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് ഈ കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ മനുഷ്യ കുഞ്ഞുങ്ങൾ നിരവധി മൂല്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്ന പാഠശാലയാണ് മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതം. അവൻ ഒരു സമൂഹത്തിന് ഗുണമുള്ളവനാവണമെങ്കിൽ, നാടിന് ഭീഷണിയാവാതിരിക്കണമെങ്കിൽ, അവനിൽ ഒരുപാട് മൂല്യങ്ങൾ മുളപൊട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബമെന്ന സ്ഥാപനം അനിവാര്യമാണ് മനുഷ്യന്റെ വളർച്ചയ്ക്ക് എന്ന് തീരുമാനിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തിന് നൽകിയ വില വലുതാണ്. ആ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഖുർആൻ തഖ്വയോടൊപ്പം ചേർത്തു പറഞ്ഞ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ മേഖലയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ കുടുംബമാവണം. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഒരു ഇണതത്വത്തിലാണ്. ആ ഇണതത്വം ഏതൊന്നിന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. ഞാൻ ഈ ശബ്ദിക്കുന്ന സംസാരം നിങ്ങൾ കേൾക്കുന്നതിൽ ഒരു ഇണതത്വമുണ്ട്. ഈ ലൈറ്റ് പ്രകാശിക്കുന്നതിൽ ഒരു ഇണതത്വമുണ്ട്. ഇവിടെ ജീവിതങ്ങൾ നിലനിൽക്കുന്നതിലും സന്താനോൽപാദനങ്ങൾ ഉണ്ടാവുന്നതിലും വംശങ്ങളുടെ നിലനിൽപ്പിലും ഒക്കെ ഒരു ഇണതത്വമുണ്ട്. ആ ഇണതത്വം മനുഷ്യരുടെ ജീവിതത്തിലുമുണ്ട്. മനുഷ്യന് ആണും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണകളും തുണകളുമാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളവരും അനിവാര്യതയുള്ളവരുമാണ്. മനുഷ്യന് പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന് ഫിസിക്കൽ നീഡ്സ്, മറ്റൊന്ന് മെന്റൽ നീഡ്സ്. അവന്റെ ശാരീരിക ആവശ്യങ്ങൾ. മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങളിൽ ഒന്ന് ഭക്ഷണമാണ്, മറ്റൊന്ന് വസ്ത്രമാണ്, മറ്റൊന്ന് പാർപ്പിടമാണ്, നാലാമത്തേത് സെക്സാണ്. ഇതേപോലെ മനുഷ്യന്റെ മനസ്സിനും ചില ആവശ്യങ്ങളുണ്ട്. സ്നേഹവും പരിഗണനയും കാരുണ്യവും ദയയും ദാക്ഷിണ്യവും വാത്സല്യവും മനുഷ്യന്റെ മനസ്സ് അതിനുവേണ്ടി ദാഹിക്കുന്ന രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രണ്ടും നിറവേറി കിട്ടണമെങ്കിൽ ആണും പെണ്ണും ഇണയും തുണയുമായി ജീവിക്കുന്നിടത്താണ് ഈ പറയുന്ന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം നിറവേറുന്നത് എന്ന് നമുക്ക് മനുഷ്യരുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇണകളായി ചേർന്ന് ജീവിക്കണം. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുമാണ്. എന്തിനാണ് ഇവർ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കുമ്പോൾ മനുഷ്യവംശത്തിന്റെ ഉൽപാദനം ഉണ്ടാകും. ആണും പെണ്ണും പരസ്പരം ഇണചേരുന്നതിലെയാണ് മനുഷ്യർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഇണത്തുണകളായി ജീവിക്കേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിനും
മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും അനിവാര്യമാണ്. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ രൂപീകരണത്തിനും അതിലൂടെ സന്താന പരിപാലനത്തിനും അനിവാര്യമാണ്. മനുഷ്യ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ അവന് കുടുംബത്തിന്റെ മടിത്തട്ടും തണലും സുരക്ഷയും ഉണ്ടാവൽ അനിവാര്യമാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ രൂപീകരണത്തിന് മനുഷ്യർ കല്യാണം കഴിക്കണം. രോഗമുക്തമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം. എബോളയും സിഫിലിസും ഗൊണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് മനുഷ്യർ പരീക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവനിൽ രതിവൈകൃതങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പീഡോപീലിയയും മൃഗരതിയും ശവരതിയും അതേപോലെ ആണുമായുള്ള ഗേ സെക്സുകളും ലെസ്ബിയൻ സെക്സുകളും മനുഷ്യരെ മാരകമായ രോഗങ്ങളിലേക്ക് എടുത്തെറിയും. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ മനുഷ്യർ കല്യാണം കഴിച്ച് തന്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ കൊണ്ടുവന്ന് അതിലൂടെ അവന്റെ ജീവിതത്തിന്റെ മോഹസാക്ഷാത്കാരങ്ങളും വികാര പൂർത്തീകരണങ്ങളും നിറവേറിക്കിട്ടണം. അതിന് അല്ലാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതപരമായ അനിവാര്യതകളും അവർ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യ കുഞ്ഞുങ്ങളുടെ ജനനത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഒരു പെണ്ണിനാണ്. അതായത് അവളാണ് ഗർഭം ചുമക്കുന്നത്. 10 മാസത്തോളം അവൾ അതിന്റെ പേരിൽ അവൾ എൻഗേജഡ് ആണ്. അതേപോലെ തന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ചു വീഴണം. അതൊരു പുരുഷനെ കൊണ്ട് കഴിയില്ല. ആ കുഞ്ഞിനെ പാലൂട്ടണം. ആ ധർമ്മം നിർവഹിക്കാൻ ഒരു പുരുഷനെ കൊണ്ട് പറ്റില്ല. ഒരു സഹോദരിക്ക് പീരീഡ്സിന്റെ കാലഘട്ടവും ഈ പറയുന്ന പ്രസവ രക്തത്തിന്റെ കാലഘട്ടങ്ങളും അങ്ങനെ ചില പ്രയാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ കാലഘട്ടങ്ങളുണ്ട്. ആ സമയത്ത് ഒരു പെണ്ണ് സംരക്ഷിക്കപ്പെടണം. മനുഷ്യോൽപാദനത്തിൽ നിർണായകമായ റോള് നിർവഹിക്കപ്പെടുന്ന ഒരു പെണ്ണിന്റെ എഫേർട്ടിന് അവൾ സുരക്ഷിതമായി ജീവിക്കാനുള്ള പരിസരം ഒരുക്കി കൊടുക്കുക എന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ സംരക്ഷണം മുന്നിൽ നിർത്തിക്കൊണ്ടും കൂടിയാണ് ഇസ്ലാം വൈവാഹിക ജീവിതത്തെ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതിലൂടെ രൂപപ്പെടുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് വില കൽപ്പിക്കുക എന്നത് അനിവാര്യമാണ്. അത് മുറിച്ചു കളയുക എന്നത് നരകശിക്ഷക്ക് കാരണമാകുന്ന അപരാധവും വലിയ പാപവുമാണ്. വാപ്പയോട് പിണങ്ങുന്ന മക്കൾ, മക്കളോട് പിണങ്ങുന്ന വാപ്പ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഇസ്ലാമികമായ ന്യായവും കാരണവും ശരഈയായ ഉദുറുമില്ലാതെ വർഷങ്ങളോളം പിണങ്ങി കഴിയുന്ന സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ എളാപ്പ മൂത്താപ്പമാർ തമ്മിൽ, കുടുംബത്തിലെ മറ്റു കണ്ണികൾ തമ്മിൽ, ആങ്ങളയും പെങ്ങളും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, ജ്യേഷ്ഠത്തിയും അനിയത്തിയും തമ്മിൽ പരസ്പരം പിണങ്ങുന്നത് കുടുംബ ബന്ധത്തിന്റെ വിച്ഛേദനമാണ്. അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നത് വൻ പാപമായി പരിഗണിച്ച മതമാണ് ഇസ്ലാം. അള്ളാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ പരലോക പരീക്ഷയിൽ പരാജയപ്പെട്ടവരാണ്, തോറ്റുപോയവരാണ്. കുടുംബ ബന്ധം മുറിച്ചവർ ആഖിറത്തിലെത്തുമ്പോൾ തോറ്റവരുടെ ലിസ്റ്റിലാണ് ഉണ്ടാവുക. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. അത് നമ്മളെ എത്രമേൽ വലിയ കടമയാണ് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യരോടും നമ്മുടെ കുടുംബത്തിൽ പിണങ്ങാൻ പാടില്ല എന്നല്ലേ ആ പഠിപ്പിച്ചത്. ബന്ധം മുറിച്ചു കളയുന്നവർ തോറ്റുപോയി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമായി മാറുന്നതാണ്. പരലോക പരീക്ഷയിലെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കുടുംബ ബന്ധങ്ങളെ ചേർക്കലും കൂടിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാനിതാ ചില മനുഷ്യരെ ഭൂമി ലോകത്ത് ശപിച്ചിട്ടുണ്ട്. എന്താ കാരണം? അവർ അവരുടെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവരാണ്. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നതാണ്. രണ്ടാമത്തെ ദുരന്തം, പടച്ചറബിനാൽ ശപിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ ഭൂമി ലോകത്ത് എത്ര മസില് പിടിച്ച് ജീവിച്ചാലും. വാപ്പയുമായി പിണങ്ങിയവരും ഉമ്മയുമായി പിണങ്ങിയവരും കൂടപ്പിറപ്പുകളുമായി പിണങ്ങിയവരും കൂട്ടുകുടുംബവുമായി പിണങ്ങിയവർ അള്ളാഹുവിന്റെ ശാപത്തിന്റെ ഇരകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ദുരന്തം എന്ന് പറയുന്നത്, ആരാണോ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് സ്വർഗത്തിന്റെ പടി ചവിട്ടാനാവില്ല. നാലാമത്തെ ദുരന്തം എന്ന് പറയുന്നത്, സിറാത്ത് പാലം മുറിച്ചു കടക്കുമ്പോൾ ഇരുഭാഗത്തായി 2 പേർ നിലയുറപ്പിക്കും. ഒന്ന് കുടുംബ ബന്ധമാണ്, മറ്റൊന്ന് അമാനത്താണ്. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവർക്ക്
നരകത്തിന്റെ സിറാത്ത് പാലം താണ്ടാനാവില്ല എന്നത് 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് വന്നു കിട്ടിയ വഹ്യാണ്. പരസ്പരം പിണങ്ങി ബന്ധങ്ങൾ മുറിച്ച് ഇനി ഒരിക്കലും ഞാൻ അവരുമായി കൂട്ടുകൂടുകയില്ല, സന്ദർശിക്കുകയില്ല, അവരുടെ സന്തോഷങ്ങളിൽ ഞാൻ പങ്കെടുക്കുകയില്ല, അവരുടെ ദുഃഖങ്ങളിൽ എന്നെ കാണാൻ കഴിയില്ല, അവരുടെ മയ്യത്ത് പോലും സന്ദർശിക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവരെ നരകക്കുണ്ടിലേക്ക് വലിച്ചിടുന്ന സംവിധാനം നാളെ ആഖിറത്തിൽ വരാനുണ്ട് എങ്കിൽ സ്വന്തം പരലോകത്തെ ഏറിലാക്കി ആരോടാണ് നാം ഒക്കെ ഏറ് പിടിച്ച് നടക്കുക? ഇവിടെ ഇതെന്തുകൊണ്ട് അള്ളാന്റെ ശാപവും നരകത്തിലെ അനിവാര്യതയും സ്വർഗം നഷ്ടപ്പെട്ടു പോകുമെന്നും പരലോക പരീക്ഷയിൽ പരാജയപ്പെടുമെന്നും പറഞ്ഞത് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പവിത്രതയെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഈ ചേർക്കപ്പെടേണ്ട ബന്ധങ്ങളിലെ ഏറ്റവും പരിപാവനമായ ബന്ധമാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള കണക്ഷനും അവരോടുള്ള നമ്മുടെ ബന്ധവും എന്ന് പറയുന്നത്. ഉമ്മയും ഉപ്പയുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ രാജാവും രാജ്ഞിയും. ഒരു കുടുംബത്തിലെ ആദരവിന്റെ അരമനയിൽ പരിചയിക്കേണ്ട 2 കഥാപാത്രങ്ങൾ. അത് ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ പരിഗണന നേടിയെടുത്തവർ. ഒന്ന് ഉമ്മയാണ്, ഒന്ന് ഉപ്പയാണ്. ഞാൻ ഈ ലോകത്തോട് ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടതും സഹകരിക്കേണ്ടതും സഹവർത്തിക്കേണ്ടതും ആരുമായിട്ടാണ് പ്രവാചകരെ എന്നത് ഒരു പുരുഷന്റെ ചോദ്യമാണ്. ആ പുരുഷന് ലഭിച്ച മറുപടി നിന്റെ ഉമ്മയുമായി, നിന്റെ ഉമ്മയുമായി, നിന്റെ ഉമ്മയുമായി, നിന്റെ ഉപ്പയുമായി എന്നാണ്. എന്തുകൊണ്ടാണ് ഉമ്മയെ 3 തവണ എണ്ണി പറയാനുള്ള കാരണം? ആ മകന്റെ വളർച്ചയിലെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചത് ആ ഉമ്മയാണ്. ആ ഉമ്മ ഗർഭം ചുമന്നവളാണ്. ഖുർആൻ എന്തുകൊണ്ട് ഉമ്മയെ ആദരിക്കണം, എന്തുകൊണ്ട് ഉമ്മയെ പരിഗണിക്കണം, എന്തുകൊണ്ട് ഉമ്മയെ സംരക്ഷിക്കണം എന്നതിന് കാരണം പറഞ്ഞത് 3 കാരണങ്ങളാണ്. 4മതൊരു കാരണം പറഞ്ഞിട്ടില്ല. ഉമ്മയുടെ സ്വഭാവം മാനദണ്ഡമല്ല, ഉമ്മയുടെ ദുർനടപ്പ് മാനദണ്ഡമല്ല. ഉമ്മ എന്ന തണൽ മരത്തെ ഒരു മകൻ പരിഗണിക്കേണ്ടുന്നതിന്റെ 3 കാരണം: 1 ഗർഭം ചുമന്നു, 2 നൊന്ത് പ്രസവിച്ചു, 3 പാലൂട്ടി. ഈ ധർമ്മം നിർവഹിച്ച ആ ഒരു മനുഷ്യരൂപം അതിന് ഉമ്മയായി പരിഗണിച്ച് ആ ഉമ്മാക്കുള്ള കടമകളും കടപ്പാടുകളും നിർവഹിച്ചു കൊടുക്കണമെന്നതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഉമ്മാക്ക് പുണ്യം ചെയ്യുകയും ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിച്ചു. വാപ്പയെ പറഞ്ഞത് ഔസത്തു അബുവാബുൽ ജന്ന എന്ന സ്വർഗത്തിന്റെ ഏറ്റവും മധ്യ കവാടമാണ് നമ്മുടെ ഉപ്പ. ഉപ്പാക്കുള്ള സേവനവും ഉപ്പയോടുള്ള പരിഗണനയും ഉപ്പയോടുള്ള നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അനുസരണയും നമുക്ക് സ്വർഗം നേടിത്തരുന്ന സ്വർഗത്തിന്റെ വാതിലാണ് നമ്മുടെ ഉപ്പ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദീനിന്റെ പകുതി ഭാഗം, ദീനിന്റെ 1/3 നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പുണ്യങ്ങളുമാണെങ്കിൽ ബാക്കി 2/3 ഭാഗം കുടുംബ ജീവിതത്തിലാണ് എന്ന് പറയാനുള്ള കാരണം. ഒരു വാപ്പയെ ചേർത്ത് വെക്കുമ്പോൾ, ചേർത്ത് നിർത്തുമ്പോൾ, വാപ്പയെ അനുസരിക്കുമ്പോൾ, വാപ്പയെ സ്നേഹിക്കുമ്പോൾ, വാപ്പാക്ക് പുണ്യം ചെയ്യുമ്പോൾ, വാപ്പയോട് ബഹുമാനം കാത്തു സൂക്ഷിക്കുമ്പോൾ ആ വ്യക്തി അതിലൂടെ മറുഭാഗത്ത് പുണ്യം നിസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും സക്കാത്തിലൂടെയും ഹജ്ജിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും പുണ്യം നേടുന്നത് പോലെ ഒരു വ്യക്തിക്ക് പുണ്യം നേടാനുള്ള മേച്ചിൽപ്പുറമാണ് ഉപ്പ എന്ന തണൽ മരം. ഒരു വ്യക്തിക്ക് പുണ്യം നേടാനുള്ള ഏറ്റവും വലിയ മേച്ചിൽപ്പുറമാണ് തന്റെ ഉമ്മയെന്ന തണൽ മരം. അവരെ 2 പേരെയും ഏറ്റവും കൂടുതൽ ബന്ധം ചേർക്കുന്നിടത്ത് 1-ാം സ്ഥാനത്ത് പരിഗണിച്ച മതമാണ് ഇസ്ലാം. അവരോട് അനുസരണക്കേട് കാണിച്ചുകൂടാ, അവരോട് ധിക്കാരം പ്രവർത്തിച്ചുകൂടാ. ഉമ്മയെ അനുസരിക്കാനും ഉപ്പയെ അനുസരിക്കാനും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിലൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് നിർബന്ധമായ കൽപ്പനയാണ്. അനുസരണക്കേട് കാണിക്കുക എന്നത് വൻ പാപവുമാണ്. അൽ കബായിർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ പാപങ്ങളിൽപ്പെട്ടതാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ എന്നാണ്. അത് +2 കാരനും +2 കാരിയും പഠിക്കേണ്ട ഹദീസാണ്. അത് ഡിഗ്രിക്കാരനും ഡിഗ്രിക്കാരിയും പഠിക്കേണ്ട ഹദീസാണ്.
ഉപ്പയും ഉമ്മയും ഒരു സ്ഥലത്തേക്ക് പോവണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പോവണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അനുസരണക്കേട് കാണിച്ച് ഇറങ്ങിപ്പോകുന്ന മക്കളെ നമുക്ക് കാണാം. സ്വന്തം കുടുംബ ജീവിതത്തിന്റെ തീരുമാനത്തിൽ പോലും തന്റെ വളർച്ചയിൽ കണ്ണും കാതുമായി വർത്തിച്ച് രക്ഷാനേത്രങ്ങളുമായി കാവലിരുന്ന് ചിറക് മുളക്കുന്നിടത്തേക്ക് നമ്മെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ സ്വന്തം ജീവിതത്തിന്റെ വിഷയം വരുമ്പോൾ പോലും പരിഗണിക്കാതെ കലാലയ വരാന്തയിൽ വെച്ച് കണ്ടുമുട്ടിയ കാമുകിയെ പ്രണയിച്ച് വ്യഭിചരിച്ച് നടന്ന് ഒരു കുടുംബത്തെ മുഴുവൻ അറുത്തു മുറിച്ച് പലപ്പോഴും ലോഡ്ജിലേക്കും പാർട്ടി ഓഫീസുകളിലേക്കും അഭയം പ്രാപിക്കുന്ന മക്കൾ വായിക്കേണ്ട ഹദീസാണ് മിനൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ടതാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണക്കേട് എന്നുള്ളത്. അവർ അനുസരിക്കപ്പെടുക എന്നത് അള്ളാഹു അവർക്ക് പകുത്തു നൽകിയ ഒരു അവകാശമാണ്, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ. കാരണം അവരുടെ ത്യാഗവും അവരുടെ കരുതലും കാവലുമാണ് നമ്മുടെയൊക്കെ ഓരോ ചുവടും. ഈ കാണുന്ന മാംസം തന്നാലെ ഉണ്ടായതല്ല. ഈ കാണുന്ന ശരീരത്തിലൂടെ സിരകളിലൂടെ ഓടുന്ന രക്തം അത് തന്നാലെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല. നമുക്ക് നാം നേടിയെടുത്ത നമ്മുടെ അവാർഡുകളും നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഒരു സമൂഹത്തിൽ നേടിക്കിട്ടിയ ക്രെഡിബിലിറ്റിയും അതിന്റെ പിറകിൽ ഉപ്പയെന്ന തണൽ മരത്തിന്റെ ഒരു ജീവിതമുണ്ട്. ഉമ്മയെന്ന കാവൽ നക്ഷത്രത്തിന്റെ ത്യാഗമുണ്ട്. ആ സമർപ്പണം അവർ നിർവഹിച്ചതിനാൽ സ്വന്തം സുഖദുഃഖങ്ങളെ മാറ്റിവെച്ച് മക്കളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച് അവരുടെ കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി സ്വന്തം സുഖങ്ങളെ ത്യജിച്ച ആ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ ഒരു വിലയില്ല എന്നാണോ? അതാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ മനഃശാസ്ത്രം പഠിപ്പിച്ചു തന്ന മതമാണ് ഇസ്ലാം. ബർത്തിങ് പീപ്പിൾ ആണ് അത്ര. രണ്ടുപേരും കിടപ്പുമുറിയിൽ സുഖമെടുത്തപ്പോൾ ഞാൻ ഉണ്ടായി എന്നതിനപ്പുറത്ത് അച്ഛൻ അമ്മ ഉപ്പ ഉമ്മ എന്നൊന്നും വിളിക്കേണ്ട, എന്റെ ജനനത്തിന് കാരണക്കാരായ രണ്ട് വ്യക്തികൾ എന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവരോടുള്ള നന്ദി, അവർക്കുള്ള സ്നേഹം, കടമ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാ. ഈ പറയുന്ന മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന ഈ വികാരം, ഈ ചിന്ത മനുഷ്യർ എന്ന് പറയുന്ന ബുദ്ധിയും വകതിരിവും വിവേകവും നൽകപ്പെട്ടവർക്ക് ഭൂഷണമല്ല. അത്തരം ചില വികാര ജീവികൾ സ്വതന്ത്രവാദികളായി, ലിബറലുകളായി, യുക്തിചിന്തകന്മാരായി സമൂഹത്തിൽ തലപൊക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മതസമൂഹത്തിൽ ജീർണതകളും മതസമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും മതസമൂഹത്തിൽ നരബലിയും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദൈവികമായി വന്നു കിട്ടിയ മതശാസനകളെ നിരാകരിക്കാൻ അടക്കം ഇവർ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ മനസ്സുകളിലേക്കും അവരുടെ ശരീരത്തിലേക്കും താൽക്കാലിക സുഖാസ്വാദനത്തിന്റെ വരട്ടുവാദങ്ങളെ അവതരിപ്പിച്ച് വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും ഡാൻസ് ചെയ്യാനും കൽപ്പിക്കുന്നതോടുകൂടി മാതാപിതാക്കളുമായുള്ള കമ്മിറ്റ്മെന്റുകളും ബന്ധങ്ങളും ഒന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ഈ വികാര ജീവികൾ മനുഷ്യർക്ക് നൽകുന്ന വില എന്ന് പറയുന്നത് പട്ടിയെ പോലെ പൂച്ചയെ പോലെ ചത്തുപോകാനുള്ള ഒരു ജന്മം എന്നുള്ളതിനപ്പുറം മറ്റൊന്നും നൽകപ്പെടുന്നില്ല. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കുകയും അതിന് വില കൽപ്പിക്കുകയും ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യർക്ക് അതിനുള്ള പ്രതിഫലം തരാം എന്ന് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുശാസിച്ചതും അള്ളാഹുവാണ്, മനുഷ്യനെ പടച്ചവരാണ്. അവിടെയാണ് മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹം, അവരോട് കാണിക്കേണ്ട പരിഗണന, അവരോട് കാണിക്കേണ്ട ജീവിതത്തിലെ നിരവധി മൂല്യങ്ങൾ ഒരു വിശ്വാസി ചേർത്ത് വെക്കേണ്ടത്. അതവൻ പഠിച്ചത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും തന്നെ മടിത്തട്ടിൽ കിടന്നാണ്. അവർ ഇനി വയ്യാത്തവരായാൽ അവർക്ക് നമ്മുടെ ജീവിതം ഒരു ത്യാഗമായി മാറണം. അവരെ പരിഗണിക്കണം. ജരാനരകൾ ബാധിച്ച്, മുടി നരച്ച്, തൊലികൾ ചുക്കിച്ചുളിഞ്ഞ്, എല്ലുകൾ പൊടിഞ്ഞ് ഒരു ശൈശവത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക് മനുഷ്യർക്ക് വരാനുണ്ട് എന്ന് ഖുർആൻ തന്നെയാണ് പറഞ്ഞത്. മനുഷ്യർക്ക് ശൈശവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക്, അർദലുൽ ഉമറിലേക്ക് മനുഷ്യർ വീണ്ടും കൊണ്ടുപോകും. സ്വന്തം ശരീരത്തിലൂടെ സ്വന്തം വസ്ത്രത്തിൽ വിസർജിക്കുന്ന, കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന, അതിൽ കൈകാലിട്ടടിക്കുന്ന ഒരു വാർദ്ധക്യം മനുഷ്യർക്ക് തിരിച്ചു കൊടുക്കുമെന്നത് ചിലരുടെ വിഷയത്തിൽ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലൊക്കെ ഒരു കുട്ടിയെ പരിലാളിക്കുന്നത് പോലെ, പരിപാലിക്കുന്നത് പോലെ, പരിചരിക്കുന്നത് പോലെ ഉപ്പയെയും ഉമ്മയെയും പരിചരിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു സഹോദരൻ വൈകിയതിന്റെ കാരണം കൊണ്ട് കയറി വരുമ്പോ പറയുന്നുണ്ട്,
ഞാൻ എന്റെ ഉപ്പാനെ കുളിപ്പിച്ചിട്ടാണ് ഓടി വന്നത്. കേവലം ഒരു വാക്കിൽ ആ ഒരു സംസാരം നിർത്തിയെങ്കിലും പക്ഷേ ആ ഉപ്പയുടെ കാര്യത്തിൽ ആ മകൻ കാണിക്കുന്ന ജാഗ്രതയും ഒക്കെ നാളെ പരലോകത്തെ സ്വർഗം കിട്ടാനുള്ള പുണ്യങ്ങളുടെ വലിയ ഒരു ലോകമായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. 5 ഇനം മക്കളെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ഉബാദി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട്. മദീന മുനവ്വറയിലെ ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു 5 തരം മക്കളുണ്ട്. ബഅ്ദുൽ ലബ്ന ലാ യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാഹും, മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കാത്ത ഒരിനം മക്കളുണ്ട്. ഫഹൗലായി ഹുമുൽ ആഖൂൻ, അവരാണ് ഉഖൂഖുൽ വാലിദൈൻ എന്ന വൻ പാപം ചെയ്യുന്നവർ. വൻ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്. ലഅന അല്ലാഹുൽ ആഖലി വാലിദൈഹി, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്ന മക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ഫൽയഅമലുൽ ആഖു മാ ശാഅ യഅമൽ, എത്ര സൽക്കർമ്മങ്ങളും ചെയ്തു കൂട്ടിക്കോ, പക്ഷെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരും അവരെ കണ്ണീര് കുടിപ്പിക്കുന്നവരും അവർക്ക് വേദനയുണ്ടാക്കുന്നവരും അവർക്ക് അപമാനം നേടിക്കൊടുക്കുന്നവരുമായ ഒരു മകനാണ് എങ്കിൽ നിന്റെ സൽക്കർമ്മങ്ങളൊക്കെ ചവറ്റുകൊട്ടയിലാണ് എന്നത് പ്രമാണമാണ്. അത് അള്ളാഹുവിന് ആവശ്യമില്ലാത്തതാണ്. നീ എത്ര സൽക്കർമ്മങ്ങളും ചെയ്തോ, പക്ഷെ നിന്റെ ഉപ്പയുടെ മുഖം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടവനാണ്. പക്ഷെ നിന്റെ മോള് ദുർനടപ്പുകാരിയാണ്, നിങ്ങളുടെ മോൻ കള്ളുകുടിയനാണ്, സ്ത്രീലംബടനാണ്, സാമൂഹ്യ ദ്രോഹിയാണ്, സമൂഹത്തിൽ പെൺകുട്ടികളെ വഴി നടക്കാൻ അനുവദിക്കാത്തവനാണ്, മനുഷ്യപിശാചിന്റെ റോളിൽ ബൈക്കിൽ കാത്തു നിൽക്കുന്നുണ്ട്, കാമക്കഴുക കണ്ണുമായി പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാനും വ്യഭിചരിക്കാനും ഇങ്ങനത്തെ ഒരു ദുർനടപ്പുകാരന്റെ മോനാണ് വാപ്പയാണ് താങ്കൾ എന്നത് ഒരു വാപ്പാക്ക് നേടിക്കൊടുക്കേണ്ട ക്രെഡിബിലിറ്റിയോ അന്തസ്സോ അല്ല. ഇങ്ങനെ സമൂഹത്തിൽ ഒരു സാമൂഹ്യ ദ്രോഹികളായി നടക്കുന്ന നിരവധി ആളുകളെ കാണാം. അവിടെയാണ് നിന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് ആവശ്യമില്ല. നോമ്പുണ്ടാകും, നമസ്കാരം ഉണ്ടാവും, ഖുർആൻ പാരായണം ഉണ്ടാവും, മറ്റു നന്മകളൊക്കെ ഒരു പക്ഷെ മറുഭാഗത്ത് ചേർത്ത് വെച്ചാലും മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണക്കേട്, അവർക്ക് നേടിക്കൊടുക്കുന്ന സങ്കടം, അത് പടച്ച റബ്ബിന്റെ അടുത്ത് നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ശിക്ഷകൾക്കുമുള്ള എല്ലാ പാപങ്ങൾക്കുമുള്ള ശിക്ഷ പരലോകത്ത് വെച്ച് നൽകപ്പെടുമെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മക്കൾക്കുള്ള ശിക്ഷ അത് ദുനിയാവിൽ വെച്ച് കിട്ടാതെ അവർ കണ്ണടക്കുകയില്ല എന്നതും മറ്റൊരു പ്രമാണ വചനമാണ്. ദുനിയാവിൽ വെച്ച് തന്നെ അത്തരം മക്കൾക്ക് അടി കിട്ടുമെന്നാണ്. എത്രയോ കിട്ടിയിട്ടുണ്ട്. പാണ്ടിലോറി കയറി 2 കാലും ചതഞ്ഞമർന്ന് ഒരു മൂലയിൽ കിടന്നിട്ടുണ്ട്. ടിപ്പർ ഇടിച്ചിട്ട് 3 കാലിൽ നടക്കുന്ന മനുഷ്യക്കോലങ്ങൾ ഇന്നുമുണ്ട്. ഒരു ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞ് മാതാപിതാക്കളെയൊക്കെ വെല്ലുവിളിച്ച് നീ ആ വണ്ടി അത്ര സ്പീഡിൽ ഓടിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ധിക്കരിച്ച് വാപ്പയുടെ ഒരു ചെറിയ കൽപ്പന ഉണ്ടല്ലോ, വണ്ടി മര്യാദക്ക് ഓടിക്കണം എന്നൊരു വാപ്പ പറഞ്ഞാൽ അതനുസരിക്കാനുള്ള ബാധ്യത മകനുണ്ട്. ഒരു ഉമ്മ പറഞ്ഞാൽ അതനുസരിക്കാനുള്ള ബാധ്യത ഒരു മകനുണ്ട്, ഒരു മകൾക്കുണ്ട്. നീ ഇന്ന വ്യക്തിയുമായി പ്രണയിച്ച് നടക്കരുത് എന്നൊരു വാപ്പ പറഞ്ഞാൽ അത് വ്യഭിചാരമാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കാനുള്ള ബാധ്യത ഒരു മകനുണ്ട്, ഒരു മകൾക്കുണ്ട്. അതിനപ്പുറത്ത് ദുർവൃത്തികളും തിന്മകളും ചെയ്ത് കബളിപ്പിച്ച് കണ്ണുവെട്ടിച്ച് പല തെറ്റുകളും ചെയ്ത് നടക്കുമ്പോൾ ദുനിയാവിൽ വെച്ച് അടി കിട്ടുമെന്നാണ്. ഒരു പയ്യൻ ഒപ്പം പഠിക്കുന്ന പെൺകുട്ടിയുമായി പത്രങ്ങൾ അങ്ങനെ എഴുതുള്ളൂ. ആൺ സുഹൃത്തിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ 2 കൂടി വ്യഭിചരിച്ചിട്ട് ബൈക്കുമ്മ കയറി ഇറങ്ങി വരുന്നതിനിടയിലാണ് ടിപ്പർ ലോറി ഇടിച്ചതും വഴിയിൽ മരണപ്പെടുന്നതും. മാതാപിതാക്കൾക്കൊക്കെ അവർ എന്താണ് നേടിക്കൊടുത്തത്? വൃത്തികേടുകളും ദുർവൃത്തികളും ചെയ്യുന്ന മകളാണ് തങ്ങളുടെ മകൾ എന്നതാണ്. നൊന്ത് പ്രസവിച്ചതിനും പാലൂട്ടിയതിനും കാവലരുന്നതിനും കൈവളരുന്നതും കാല് വളരുന്നതും നോക്കി സംരക്ഷിച്ചതിനും പല മക്കളും തിരിച്ചു കൊടുക്കുന്നത് അപമാനവും കണ്ണീരും കൈപ്പുനീരും കഥനഭാരങ്ങളുമാണ്. ഇവിടെയാണ് ഉമ്മയുടെ വിലയും ഉപ്പയുടെ വിലയും പഠിപ്പിക്കപ്പെടുന്നത്. കൽ അബ്ദിൽ മുദ്നിബിൽ ലദി യഖൂമു ഇൻദൽ മലിക്കിൽ ഫാജിർ, ധിക്കാരിയായ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ, ഒരു രാജാവിന് മുന്നിൽ കുറ്റവാളിയും അടിമയുമായ ഒരു മനുഷ്യൻ നിൽക്കുന്ന ശരീരഭാഷയായിരിക്കണം ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു മകന്റെ ശരീരഭാഷ എന്ന് മുഫസ്സിറുകൾ ഈ പറയുന്ന വഖലാ റബ്ബുക എന്ന ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. എത്ര ഭവ്യതയുടെ ശരീരഭാഷ, എത്ര ആദരവിന്റെ ശരീരഭാഷ! ഒരു കുറ്റവാളിയെ പോലെ ഒരു രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന അടിമയായ മനുഷ്യന്റെ ശരീരഭാഷ എത്രയായിരിക്കും?
അതേപോലെ ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ നിൽക്കേണ്ട മക്കളാണ് വിരൽ ചൂണ്ടുന്നത്. അവരാണ് ഉപ്പാക്ക് നേരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അവരാണ് ഉപ്പയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അവരാണ് ഉമ്മയെ പ്രതിയാക്കുന്നത്. അവരാണ് കൂട്ടുകുടുംബത്തിലോ മറ്റുള്ളവരോട് തന്റെ ഉപ്പയുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞു നടക്കുന്നത്. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പഠിക്കുമ്പോ ആദരവ് വാപ്പാക്കും ഉമ്മാക്കും വകവെച്ച് നിൽക്കുന്നിടത്താണ് ആ ബന്ധങ്ങൾ അതിൻ്റെതായ തീവ്രതയിലും ഊഷ്മളതയിലും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് ചേ എന്ന് പറയരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞത്. പല തൻഹർഹുമ, അവരോട് രണ്ടുപേരോടും നീ കയർക്കരുത്, ദേഷ്യപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? വഖുല്ലഹുമ ഖൗലൻ കരീമ, ഖൗലൻ കരീമ. ഖുർആൻ പഠിപ്പിച്ച സംസാരത്തിന്റെ ഒരു സാങ്കേതിക ശബ്ദമാണത്. പലരോടും പറഞ്ഞിട്ടുണ്ട്. വയസ്സിന് മൂത്തവരോട്, സ്ഥാനത്തിന് മുതിർന്നവരോട്, മുടി നരച്ചവരോട് ഒക്കെ സംസാരിക്കുന്നിടത്ത് ബഹുമാനം വേണമെന്ന് പറഞ്ഞിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. മാതാപിതാക്കളോട് പെരുമാറുന്നിടത്തും സംസാരിക്കുന്നിടത്തും ആദരവ് നിന്നിൽ നിന്നും ഉണ്ടാവണമെന്നത്. രണ്ടാമത്തെ ഒരു ഇനം മക്കള് എന്ന് പറയുന്നത് വാലിദാഹും, വാപ്പയും ഉമ്മയും പറയുന്നതൊക്കെ ചെയ്യും, പക്ഷേ വഹും കാരിഹൂൻ, വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉമ്മാക്കും ഉപ്പാക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കുകൊണ്ടു, നമ്മളൊക്കെ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മയെ നമ്മുടെ വണ്ടിയിൽ കാറിലിരുത്തി ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അതോ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ എടുത്തു വരും? നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പൈസ കൊടുത്ത് നമ്മ പോയി എടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാപ്പാക്ക് അതിന്റെയൊക്കെ ത്യാഗത്രനാണ്. വാപ്പ കർക്കശക്കാരനാണ്, വാപ്പ ദേശക്കാരനാണ്, വാപ്പാക്ക് എന്നോട് ഭയങ്കര ഗൗരവമാണ്. ആ ഉള്ളിന്റെ ഉള്ള് പരിശോധിച്ചാൽ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം, അത് കിട്ടാത്തതിന്റെ വിഷമം എന്നതിനപ്പുറത്ത് ആ കാർക്കശ്യത്തിന് പിന്നിൽ ഒരു തരികിടയും ഒരു കാപ്പറ്റവുമില്ല. ഒന്ന് ഉപ്പായത്തെ വിളിച്ചാൽ ആ മനസ്സിലെ സ്നേഹം അത് ഒഴുകി വരും. ആ ഉപ്പയുടെ അടുത്തൊന്ന് പോയി ഇരുന്ന് ആ തോളത്തൊന്ന് കൈയിട്ടാൽ ആ ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ പുഞ്ചിരിയും ഉപ്പ സന്തോഷിക്കുന്ന ഒരു വീടും നമ്മുടെ വീട്ടിലുണ്ടാവും. ആ കാർക്കശ്യത്തിന്റെ അപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് മരീചിക കണക്കെ വിഷമിക്കുന്ന ഒരു ഹൃദയം മാത്രമേ അതിന്റെ കയ്യില് അതിനെ കൂട്ടി കൊണ്ടുപോയി അതിനിഷ്ടപ്പെട്ട ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താല്, ആ ഉപ്പാക്ക് ഉപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്താല്, ഉപ്പാക്ക് രാജാവായി നടക്കാൻ ഒരു വാച്ച്, റാഡോ വാച്ച് കയ്യിൽ കെട്ടിക്കൊടുത്താൽ ആ ഉപ്പയുടെ സന്തോഷം അല തല്ലുന്ന വലിയ വലിയ തിരമാലകളുടെ സന്തോഷങ്ങളെ നമ്മുടെ വീടകങ്ങളിൽ കാണാൻ പറ്റും. ആദരവിന്റെ അരമനയിൽ ആദരവോടുകൂടി പരിഗണിക്കപ്പെടേണ്ട ആ രണ്ട് പഴംതുണി കഷ്ണങ്ങളാക്കി മാറ്റി ആധുനിക തലമുറ അവർക്ക് ഖുർആനും ഹദീസും വകവെച്ചു കൊടുത്ത സ്ഥാനം വകവെച്ചു കൊടുത്താൽ അതാണ് മനുഷ്യർ കാത്തു സൂക്ഷിക്കേണ്ട ആത്മബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും ഏറ്റവും ഒന്നാമത്തെ കൽപ്പന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് നമ്മുടെ ദാമ്പത്യമാണ്. നമ്മുടെ ദാമ്പത്യത്തെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും വിടരും മുമ്പേ വാടാൻ വിധിക്കപ്പെട്ട ദാമ്പത്യങ്ങളായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ. തമ്മിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല, വിശ്വാസം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംശയവും വഴക്കും വക്കാണവും നിലനിൽക്കുന്ന ഒരു യുദ്ധക്കളങ്ങളായി പലപ്പോഴും വീട് മാറാൻ. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയോ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് സ്നേഹം വഴിതെറ്റിപ്പോവുകയോ പഴയ സ്നേഹങ്ങളെ പൊടി തട്ടിയെടുക്കുകയോ ചതിയും വഞ്ചനയും കൊണ്ടു നടക്കുന്ന ഒരു ജീവിതങ്ങളായി പലപ്പോഴും ദാമ്പത്യം വഴിമാറിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ദാമ്പത്യ ജീവിതത്തെ നമുക്കിങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ തന്നിട്ടുണ്ടെങ്കിൽ ഫഖദ് അആനഹുല്ലാഹു ഫീ ശത്രി ദീനിഹി, ദീനിന്റെ പകുതിയിൽ അയാൾ നേടിക്കഴിഞ്ഞു എന്നാണ്. ഫൽയത്തഖില്ലാഹ ഫീ ശത്രിൽ ബാക്കി, ബാക്കി പകുതിയിൽ അയാൾ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്നാണ്. അള്ളാഹുവിനോടുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ചെയ്യുക, നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഖുർആൻ ഓതുക, നന്മകൾ ചെയ്യുക, ഇതൊക്കെയാണ്. ബാക്കി പകുതിയും തന്റെ ഇണയോടൊത്തുള്ള ജീവിതത്തിൽ അവർ തമ്മിൽ കാണിക്കുന്ന പ്രകടനങ്ങളിലൂടെ പുണ്യമായി വാരിക്കൂട്ടാൻ സാധിക്കുന്നതാണെന്നാണ്. അപ്പൊ അവിടെയാണ് ദീനിന്റെ പകുതിയും നമുക്ക് നേടാൻ കഴിയുന്നത് ദാമ്പത്യ ജീവിതത്തിലാണ് എന്ന അധ്യാപനം നാം തിരിച്ചറിയുന്നു. അതെങ്ങനെ? നമ്മുടെ ദാമ്പത്യം ഒരു പുണ്യങ്ങളുടെ ലോകമാണ്. അത് പരസ്പരം മസിൽ പിടിച്ച് ഈഗോ കാണിച്ച് സൂപ്പർ ഈഗോ അടിച്ച് വെറുപ്പ് നിറച്ച് കൊണ്ടു നടക്കേണ്ട ഒന്നല്ല.
ഈ ചേർത്ത് വെച്ചത് അള്ളാഹുവാണ്. നമ്മൾ ജനിക്കുന്ന, നമ്മുടെ റൂഹ് ഊതുന്ന അന്ന് അള്ളാഹു 4 കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഇണയും അതിൽ നമുക്ക് പിറക്കാൻ പോകുന്ന മക്കളുമൊക്കെ പടച്ച റബ്ബ് ഖദറാക്കി വെച്ചതും വിധിക്കുന്നതുമാണ്. അത് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മൾ അതിനെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, അവിടെയാണ് ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ചില കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും ആ കടമകളെ നിർവഹിക്കാൻ മുൻകൈയെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിക്കേണ്ടതും. ഒരു പുഴ മറ്റൊരു പുഴയിൽ വന്ന് അലിഞ്ഞു ചേർന്ന് ഒന്നായി മാറുന്ന അത്ഭുത പ്രതിഭാസത്തോട് സമാനമാണ്. വഖദ് അഫ്ദാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ, നിങ്ങൾ പരസ്പരം ഒഴുകി ഒലിച്ചു വന്ന് ഒരു പുഴ മറ്റൊരു പുഴയിൽ വന്ന് ചേരുമ്പോൾ ഇത് ഒന്നായി മാറുന്നത് പോലെയാണ് ആണും പെണ്ണും തമ്മിൽ ജീവിക്കേണ്ടത് എന്നാണ്. രണ്ടാൾ, ഒരാൾ കൽപ്പിക്കാനും മറ്റൊരാള് അനുസരിക്കാനുമുള്ള ഒരു ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരാള് രാജാവും മറ്റേയാള് പ്രജയും, ഒരാൾ ഉടമയും മറ്റേയാൾ അടിമയും, അങ്ങനെയല്ല ഇസ്ലാമിലെ ദാമ്പത്യത്തെ കുറിച്ചുള്ള അധ്യാപനം. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ റോളുകളുണ്ട്. ആ റോള് രണ്ടുപേരും തിരിച്ചറിയുക. ഇത് ആണിനോളം വരാൻ നടക്കുക പെണ്ണ്. എന്നിട്ട് ഇപ്പത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒന്നുകില് ലെസ്ബിയനായി മാറുക, തന്റെ കാമം തീർക്കാൻ, അതല്ലെങ്കിൽ ഗേ ആയി നടക്കുക. എന്നാലും എന്തു വേണ്ട, ഒരു ഭർത്താവിനെ തന്റെ ജീവിതത്തിലേക്ക് വേണ്ട. കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും. എന്നിട്ട് ചില സ്ത്രീകളോ, ഞാൻ ഒറ്റയ്ക്ക് മതി, ഞാൻ സ്വന്തമായി മതി, എനിക്ക് വേറെ വിവാഹം ആവശ്യമില്ല, ഇങ്ങനത്തെ കെട്ടുബന്ധങ്ങളും, എന്നിട്ട് ഒരു വീട്ടിൽ ചെല്ലുക, എന്നിട്ട് അവിടുത്തെ അടുക്കള പണിയൊക്കെ പേറി നടക്കുന്നവളായി ഞാൻ മാറുക, അങ്ങനെയൊന്നും എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ഒറ്റയായി ജീവിച്ചോളാം, എനിക്ക് കല്യാണം വേണ്ട. ഇങ്ങനെ കുറെ എണ്ണത്തിന്റെ സമൂഹത്തിൽ നമുക്ക് കാണാം. അവളെ ജനിപ്പിച്ച മാതാപിതാക്കൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? അവളെ ജനിപ്പിച്ച ഉപ്പയോ അവനെ ജനിപ്പിച്ച ഉപ്പയോ ഉമ്മയോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇന്ന് ജനിക്കോ? എന്നിട്ട് എന്താണ് ബാധ്യത, എന്താണ് കടമ, എന്താണ് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ, ഇതൊന്നും അറിയണ്ട. കുറെ കള്ളും കുടിച്ച് വ്യഭിചരിച്ചിട്ട് കുറെ പാട്ടും പാടി ഡാൻസും കളിച്ച് നടന്നാൽ മതി എന്നുള്ളിടത്താണ് ആധുനിക തലമുറയുടെ ചില സമീപനങ്ങൾ. അവിടെയാണ് ദീൻ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള പരിശ്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2/3 ഭാഗം നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നേടാനുള്ള പുണ്യങ്ങളുടെ ലോകമാണ്. ഉപ്പ എന്ന റോള് നിർവഹിക്കുന്നിടത്ത് സ്വർഗമുണ്ട്, ഉമ്മ എന്ന റോള് നിർവഹിക്കുന്നിടത്ത് സ്വർഗമുണ്ട്. സ്ത്രീകൾ പ്രസവിക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗം നേടുന്ന സ്ത്രീകൾ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അൽ വലൂദ്, അൽ വലൂദ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഉമ്മ എന്നാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് സ്വർഗം നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. ഗർഭം ചുമക്കുന്നതിന് പുണ്യം നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. ഈ സ്വതന്ത്രവാദികൾക്ക് ഇതുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക് പറയാൻ പറ്റോ? ഒരു പുരുഷനുമായി ശയിച്ച ശേഷം അവൾ ഗർഭിണിയായാൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവള് നോക്കിക്കോളും, ആ ഗർഭകാലത്ത് ആരവളെ സംരക്ഷിക്കുന്നു ചോദിച്ചപ്പോ അതിന്റെ ഒരു ഉത്തരവാദിത്വവും പുരുഷനില്ല എന്നാണ്. ബീജം നിക്ഷേപിക്കാനും സുഖമെടുക്കാനുമുള്ള ഒരു ഉപകരണം എന്നതിനപ്പുറത്ത് ഈ ഭൗതികവാദികളും സ്വതന്ത്രവാദികളും ഒരു പെണ്ണിന് നൽകുന്ന വില എന്താണ്? അത് തിരിച്ചറിയാൻ പോലും പലപ്പോഴും സഹോദരിമാര് തയ്യാറല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു പെണ്ണ് അവളെടുക്കുന്ന എഫേർട്ടിന്, അവളെടുക്കുന്ന ഗർഭം ചുമക്കുന്നിടത്ത് അവൾ സഹിക്കുന്ന ചില ത്യാഗങ്ങളുണ്ട്. ഛർദിച്ച് പരവശരായി ഒരുപാട് സമ്പത്തും ഒരുപാട് ഭക്ഷ്യവിഭവങ്ങളുണ്ടെങ്കിലും വിശന്ന് കരയുന്ന സഹോദരിമാരെ കാണാം. തിന്നാൻ കഴിയാതെ ഛർദിച്ചിട്ട് എല്ലും തോനുമായി ഈ കുഞ്ഞിന്റെ വളർച്ചാഘട്ടത്തിൽ ത്യാഗം സഹിക്കുന്ന സ്ത്രീകളുണ്ട്. അവളുടെ ഈ എഫേർട്ടിനൊന്നും കൂലി നിശ്ചയിക്കാത്ത, കരുണയില്ലാത്ത മതമല്ല ഇസ്ലാം. ആ 35ഓളം വരുന്ന എല്ലുകളെ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന വേദനയാണത്ര പ്രസവിക്കുന്നതിന്. ആ പ്രസവത്തിന്റെ വേദന ഒരു പെണ്ണ് സഹിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് അവൾക്ക് അതിനുള്ള കൂലി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. തന്റെ കുഞ്ഞിനെ പാലൂട്ടുന്നില്ലേ ഒരു പെണ്ണ്, അതിനുവേണ്ടി അവൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം, എത്ര ഉറക്കമിളക്കണം ആ പാലൂട്ടുന്നതിന്. അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറഞ്ഞത്. ആ ഉമ്മാക്കൊരു വിലയിൽ ഇസ്ലാമിലില്ലേ? ആ പെണ്ണിന് ആ എടുക്കുന്ന എഫേർട്ടിന് കൂലി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രസവിക്കുന്നതിന് കൂലി തരാം, സ്വർഗം തരാം എന്ന് പറയുന്ന ഒരു റബ്ബിന്റെ അടിമകളായ അള്ളാഹു അവതരിപ്പിച്ചു തന്ന മതത്തിലുള്ള നമുക്ക് പ്രസവിക്കാൻ റിസ്ക? അന്ന് ഞാൻ ചെയ്യൂല എന്ന് പറയാ. പിന്നെ ആരാണ് ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കല്യാണം വേണ്ട എന്ന് പറയാ.
അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, തമ്മിൽ കാണിക്കുന്ന സ്നേഹം, അതാണല്ലോ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന് കൂലി തരാറുന്ന മതമാണ് ഇസ്ലാം. ഈ വലൂദിന്റെ തൊട്ട് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ വദൂദ് എന്നാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. നിസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും, നോമ്പെടുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും, സ്നേഹിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, പരസ്പരം സ്നേഹിക്കുന്നവർക്ക് സ്വർഗമാണ്, സ്വർഗം നേടുന്നവളാണ് അങ്ങനത്തെ ഒരു പെൺകുട്ടി എന്നാണ്. എങ്ങനെയാ സ്നേഹം എന്ന് പറഞ്ഞാൽ, ആ സ്നേഹം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ഒരു വേവലാതിയാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രിയപ്പെട്ടവളെ നോക്കി, പ്രിയപ്പെട്ടവനെ നോക്കി ഒരു വിളിയിൽ പോലും ആ സ്നേഹം ഉണ്ടെന്നാണ്. മുത്തേന്ന് വിളിക്കണില്ല. ഒരു കൗൺസിലിങ്ങിന് വന്നൊരു ചങ്ങാതി ഉണ്ട്, പെണ്ണിനെ കുറിച്ചുള്ള കുറെ തെളിവുകളുമായിട്ട് വന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട്. അപ്പൊ അതിലുണ്ട്, പണ്ട് 10ാം ക്ലാസ് പഠിച്ചവൻ ഇവളെ ഹായ് മുത്തേ, സുഖമാണ് മുത്തേ എന്നൊക്കെ പറഞ്ഞോ, ഇതാണ് ഇവൾക്ക് പണി എന്നാണ്. അയാളോട് ചോദിച്ചു, നീ ഇന്നേ വരെ നിന്റെ പെണ്ണുങ്ങളെ മുഖത്തൊക്കെ ഒന്ന് മുത്തേന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ മുത്തേന്ന് വിളിച്ചോലെ പിന്നാലെ പോയി, അത്രേ ഉള്ളൂ. ഇത് ഈ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാനുള്ള, സ്നേഹിക്കപ്പെടാൻ ആശിക്കുന്നയാളുടെ ഇംഗിതം അറിഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സ്നേഹത്തിന് നനവും ജീവനും ആത്മാവും ഉണ്ടാകുന്നത്. അത് ഹസ്തദാനത്തിലുണ്ട്, അത് സലാം പറച്ചിലുണ്ട്, അത് ചേർത്ത് പിടിക്കുന്നതിനുണ്ട്, അത് ചേർന്ന് നിൽക്കുന്നതിനുണ്ട്, അത് സംസാരങ്ങൾ കേൾക്കുന്നതിനുണ്ട്. ക്വാളിറ്റി ടൈം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നൽകുന്നിടത്തുണ്ട്. തന്റെ ഭാര്യയ്ക്ക് പറയാനുള്ള തുരുതുരാ പറയാനുള്ള വിശേഷങ്ങൾ കേൾക്കുന്നിടത്ത് ഒരു സ്നേഹമുണ്ട്. ആ ഭാര്യയെ കാണുകയും എപ്പോഴും കാണണമെന്ന്, ഒരു ഭർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിന്റെ വ്യഗ്രതയിൽ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം അനുവദിച്ചു തന്നതല്ലേ ഇസ്ലാം. ഇപ്പോ കെനസ്തെറ്റിക് ആയ, ഓഡിയോ ആയ, വിഷ്വലി ആയ ആളുകൾ സമൂഹത്തിലുണ്ട്. ഓഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും. ആ സംസാരം തന്റെ പുരുഷൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് അതിനുള്ള ക്വാളിറ്റിയുള്ള സമയം കൊടുത്താൽ മതി, അവർക്കിടയിൽ സ്നേഹം ഉണ്ടാവും. അത് പിന്നെ മറ്റൊരു വഴിക്ക് വഴിമാറി പോകൂല. തന്റെ ഭർത്താവിനെ എപ്പോഴും കാണണമെന്നൊരു പെണ്ണ് ആഗ്രഹിക്കും. അത് വിഷ്വലിയായ സ്ത്രീകളാണ്. അവളുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു സവിശേഷതയാണ്. പ്രിയപ്പെട്ടവളെ എപ്പോഴും കാണണം. പുരുഷന്മാർക്കും ഉണ്ടാവുമല്ലോ ചിലപ്പോ. അവരും പുരുഷൻ പെണ്ണിനെ ഭാര്യയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ആ കാഴ്ചയിൽ അവർക്കിടയിൽ ഒരു സ്നേഹവും ആത്മബന്ധവും ഉണ്ട്. ചില ആളുകൾക്ക് തൊട്ട് തലോടി ചാരി നിന്ന് ഗന്ധം അനുഭവിച്ച് മുടിയിഴകളിലൂടെ തലോടി കൈകൾ കോർത്തു പിടിച്ച് ചേർത്ത് പിടിക്കുന്നിടത്താണ് ആ സ്നേഹം ഫീൽ ചെയ്യുക. അങ്ങനെ പെരുമാറണം. ഇങ്ങനെ പെരുമാറുന്നിടത്ത് അവർക്കിടയിൽ ബന്ധം നിലനിൽക്കും. യാത്ര പോകുന്നതിനിടയിൽ ഭാര്യയുടെ നെറുകിൽ കൊടുക്കുന്ന ഒരു മുത്തത്തിൽ സ്നേഹമുണ്ട്. ഞാൻ പോയി വരാന്ന് പറയുന്നിടത്ത് ഒരു സ്നേഹമുണ്ട്. തിരിച്ചു വരുമ്പോ ഭാര്യയ്ക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് സലാം പറഞ്ഞ് നെറുകിൽ കൊടുക്കുന്ന ഒരു ഉമ്മയിൽ സ്നേഹമുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് ചോക്ലേറ്റ് കരുതുന്നത് പോലെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കയ്യിൽ പിടിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നതിൽ ഒരു സ്നേഹമുണ്ട്. അത് തമ്മിൽ പ്രകടിപ്പിക്കാതെ തന്റെ തുണി അലക്കാനും വിഴുപ്പ് ചുമക്കാനും താൻ കൊണ്ടുവന്ന ഒരു ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഒരു ചൂലിന്റെയും നിലവാരമാണ് ഒരു പെണ്ണിന് ഒരു പുരുഷൻ കൊടുക്കുന്നത് എങ്കിൽ അവളുടെ സ്നേഹം വഴിമാറിപ്പോകുന്നിടത്ത് അതിന്റെ പ്രഥമ കുറ്റവാളിയായി മാറുന്നത് സ്നേഹമെന്ന സ്വർഗപ്രവേശനത്തിന്റെ പുണ്യം ഭാര്യയ്ക്ക് നിഷേധിക്കുന്ന പുരുഷന്മാരും ഭർത്താവിന് നിഷേധിക്കുന്ന സ്ത്രീകളും തന്നെയാണ്. അതുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അനുഭവപ്പെടുന്ന രീതിയിൽ സ്നേഹം കൈമാറുന്നിടത്ത് നമ്മുടെ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം നിലനിൽക്കും. കാരുണ്യം. ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ പിന്നെ ആ വീട്ടിലെ ജോലി ഭർത്താവിൻ്റെതാണ്. ഭാര്യ പ്രസവിച്ചു കിടക്കുകയാണെങ്കിൽ തുണി അലക്കേണ്ടത് ഭർത്താവാണ്, ഭക്ഷണം വെക്കേണ്ടതും ഭർത്താവാണ്, വീട് അടിച്ചു വാരേണ്ടതും ആ വീട്ടിലെ ഭർത്താവാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അസ്മാ ബിൻത് ഖാരിജ തന്റെ മോളെ പറഞ്ഞേക്കുമ്പോ, ഒരു പുരുഷന്റെ കൂടെ പറഞ്ഞേക്കുമ്പോ കൊടുക്കുന്ന 3-4 ഉപദേശങ്ങൾ കാണാം. ഇന്നക്ക് ഖറജ്തി മിനൽ ഉശ്ശില്ലത്തി ദറജ്തി ഫീഹി. മോളെ, ഇത്രയും കാലം മാന്റെ കുട്ടി വളർന്ന ഒരു വീട്ടിൽ നിന്ന് നീ താമസം മാറാണ്. ഇലാ ഫിറാശിൻ ലം തഅലിഫി. ഇന്നേ വരെ നീ പരിചയപ്പെടാത്ത പുതിയ ഒരു വിരിപ്പിലേക്ക്. വഇലാ ഖരീനിൻ ലം തഅലിഫി. ഇതുവരെ നീ കൂട്ടുകൂടാത്ത പുതിയ ഒരു ഇണയിലേക്ക് നീ പോവാൻ. അവിടെ ചെല്ലുമ്പോ
ഉമ്മാന്റെ കുട്ടി കൂനി ലഹു അമത്ത, ഒരടിമയെ പോലെ നിന്റെ ഭർത്താവിന് വേണ്ടി നീ ജീവിക്കണം. എങ്കിൽ യകുല്ലക്ക് അബ്ദ, ആ ഭർത്താവ് നിന്റെയും അടിമയാകുന്നതാണ്, ഉടമയാകുന്നല്ല. കൂനി ലഹു മിഹാദ, സുഖം നൽകുന്ന ഒരു തൊട്ടിലായി നീ നിന്റെ ഭർത്താവിന് വേണ്ടി നിന്നുകൊടുത്താൽ, നീ സമർപ്പിച്ചാൽ, യകുല്ലക്ക് ഇമാദ, നിന്റെ ദുഃഖങ്ങളെ ഇറക്കി വെക്കാനും നിനക്ക് ചാരി നിന്ന് കരയാനും ഒരു നെടും തൂണായി, ഒരു തണൽ മരമായി നിന്റെ ദുഃഖങ്ങളെ ഇറക്കി വെക്കാൻ നിനക്ക് നിന്റെ ഭർത്താവ് ഉണ്ടാവും. കൂനി ലഹു അർള, ഭൂമിയെ പോലെ വിശാലമായ ക്ഷമയെ കൊണ്ട് നിന്റെ ജീവിതം നീ അയാൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ, അയാളുടെ മക്കളെ പ്രസവിക്കാനും ഉൽപ്പാദിപ്പിക്കാനുമായി നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ, യകുല്ലക്ക് സമാ, നിനക്ക് ഒരു മേൽപ്പുരയായി, ഒരു മേൽപ്പുരയായി നിന്റെ കൂടെ നിന്റെ ഭർത്താവ് തണലായി തുണയായി ഉണ്ടാകുമെന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നൽ മർഅത ലറൈഹാന, പെണ്ണ് രാജമല്ലിക പുഷ്പമാണ്. ലൈസത്ത് ഹിയ ബികഹറുമാന, നിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, ആട്ടാനും തുപ്പാനും നിനക്കായി നൽകപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി അല്ല നിന്റെ ഭാര്യ. അവൾ ഒരു രാജമല്ലിക പുഷ്പമാണ്. ഇതളുകൾ വാടാതെ, സൗന്ദര്യം നശിക്കാതെ, എന്നും തെളിമയിൽ ആ പെണ്ണിന്റെ ജീവിതത്തെ നിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം എന്നതാണ്. മുഹ്സനാത്തിന് ഖുർആൻ പ്രയോഗിച്ച പദം തന്നെ. ഹിസ്നു എന്ന് പറഞ്ഞ മക്കാന യതഹസ്സനു ഫീഹിൽ ഖൗമു മിനൽ അദുവ്, ഭർതൃമതിയായ ഒരു പെണ്ണിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച വാക്കാണ്. ഒരു കോട്ടക്കുള്ളിൽ ഒരു സമൂഹം അഭയം പ്രാപിച്ചാൽ, ഒരു കുടുംബം അഭയം പ്രാപിച്ചാൽ, കോട്ടമതിലും കോട്ടയുടെ ഗേറ്റും അതേപോലെ തന്നെ ചെങ്കൽ കോട്ടക്കുള്ളിൽ എത്ര സുരക്ഷിതരാണോ അത്രയും സുരക്ഷിതരായിരിക്കണം ഭർതൃമതിയായ ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ. ഭർത്താവിന്റെ വാപ്പ ഉപദ്രവിക്കാൻ പാടില്ല, ഭർത്താവിന്റെ ഉമ്മ ഉപദ്രവിക്കാൻ പാടില്ല, ഭർത്താവിന്റെ സഹോദരിമാരോ സഹോദരന്മാരോ വാക്കുകൊണ്ട് പോലും ഭർതൃമതിയായ ഒരു പെണ്ണിനെ നോവിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ലാത്ത വിധം അവൾ ഒരു കോട്ടക്കുള്ളിലെ സുരക്ഷിതത്വം അനുഭവിക്കുന്നത് പോലെയായിരിക്കണം ഭർത്താവിന്റെ വീട്ടിൽ ഒരു പെണ്ണ് എന്ന് താല്പര്യപ്പെട്ടത് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. വഅശറുഹുന്ന ബിൽ മഅറൂഫ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണിനോട് നിങ്ങൾ പെരുമാറുമ്പോൾ മുആശറത്ത് ബന്ധം സ്ഥാപിക്കണം. എന്താ മുആശറത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ? മുആശറത്ത് ബന്ധത്തെ മുഫസ്സിറുകൾ നിർവചിക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു, ഞങ്ങൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നു, ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നു. ഇനി അതിന്റെ അപ്പുറത്ത് എന്താ ഞങ്ങൾ ഒരു പെണ്ണിന് വേണ്ടി സമർപ്പിക്കേണ്ടത്? ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ ഒരു പുരുഷൻ സഹിക്കാൻ തയ്യാറാവണമെന്നാണ്. ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ദേഷ്യം പിടിപ്പിച്ച് രോമൊക്കെ ഇങ്ങനെ എണീറ്റം നിൽക്കും, ഷോക്ക് അടിച്ച പോലെ. അമ്മാതിരി വാക്യകാരൻ ചിലപ്പോ നാവുന്നൊക്കെ വരിക. ചില ആളുകൾക്ക് അടിയും കിട്ടുന്നുണ്ടാവും. ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഉപദ്രവത്തെ ഒരു പുരുഷൻ സഹിക്കണം എന്നാണ്. പണ്ട് ഒരു വീട്ടിൽ നിന്ന് പുതോ എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ട് തന്നു രാത്രി സമയത്ത്. പിറ്റേന്ന് അയൽവാസികൾ എണീറ്റ് ചോദിച്ചല്ലോ, അല്ല എന്താ ഒരു ഒച്ച കേട്ട്? അതിന്റെ പെണ്ണുങ്ങൾ കുപ്പായെടുത്ത് പുറത്തേക്ക് എറിഞ്ഞാണ്. കുപ്പായെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ എത്രയും വലിയ ഒച്ച ഉണ്ടാവുക? അല്ല, അതിന്റെ ഉള്ളില് ഞാനും ഉണ്ട്. മറ്റേ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോ ഒരു പിച്ച് കിട്ടിയെന്ന് തന്നെ വരും. പിച്ചാൻ പറ്റുന്നല്ല, അല്ലെങ്കിലേ കുരങ്ങാണ് കൂടുതൽ എളിയും വെച്ചുകൊടുത്ത് പോകല്ലേ കാര്യങ്ങളെ മനസ്സിൽ. പിച്ചാനും നുള്ളാനും തല്ലാനും പറ്റും എന്നല്ല, പക്ഷെ മനുഷ്യരാണ്. സങ്കടങ്ങള് പുറത്തേക്ക് വരും, ദുഃഖം ഉണ്ടാവും, ദേഷ്യം വരും. എങ്ങനെയാ പ്രകടിപ്പിക്കുക എന്ന് പറയാൻ പറ്റൂല. എന്ത് തന്നെ ഉണ്ടായാലും അതാ എന്ന് പറഞ്ഞാൽ ഉപദ്രവം. അത് നാവുകൊണ്ടാവാം, സാമ്പത്തികമാവാം, ശാരീരികമാവാം. എങ്ങനെ ഉപദ്രവിച്ചാലും ഒരു പുരുഷൻ അത് സഹിക്കാൻ തയ്യാറാവുകയും അവൾക്ക് ക്ഷമിച്ചു കൊടുക്കുകയും അവളുടെ ദേഷ്യം മാറുന്നത് വരെ അവളെ സോപ്പിട്ട് കണ്ണെ, കരളെ, മാനെ, തേനെ, കൂനെ എന്തും വിളിച്ചോളി. എങ്ങനെയാണോ അത് ലെവലായി വരിക അതിനനുസരിച്ച് വിളിച്ച് അതിനൊന്ന് സമാധാനപ്പെടുത്തി, പറ്റുമെങ്കിൽ ചിക്കൻ ചവിട്ടിക്കുട്ടിയതും മാന്തി പൊളിച്ചതും റോസ്റ്റും ഒക്കെ കൂടി വാങ്ങിക്കൊടുത്ത് തിരിച്ചു കൊണ്ടിരുന്നാല് ആ പെണ്ണിന്റെ മനസ്സൊന്ന് അടങ്ങുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളി എന്നാണ് വഅശ്റുഹുന്ന ബിൽ മഅറൂഫ് എന്നതിന്റെ ആശയം. പറ്റുമെങ്കിൽ ഒരു ചുരിദാറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ ലെവലായി കിട്ടുമെങ്കിൽ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ലെവലാക്കി കൊണ്ടുവരും. കാരണം ജീവിത നൗക മുന്നോട്ട് പോകുമ്പോൾ ഐസ്ബർഗുകൾ പണിമുടക്കും. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ ജീവിത നൗകയെ ആടിയുലയിപ്പിക്കും. നമ്മളുടെ യാത്രയിൽ വമ്പൻ കൊമ്പൻ സ്രാവുകൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കും. ജീവിതയാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളും മഹാമാരികളും കൊടുങ്കാറ്റും ആഴക്കടലിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും
ഒരു തുള്ളി വെള്ളം കയറാതെ, കാറ്റിൽ ആടിയുലയാതെ, ജീവിത നൗക മറിഞ്ഞു വീഴാതെ അതിനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ഒരു പുരുഷൻ കാണിക്കുന്ന വിവേകവും അവന്റെ വിചിന്തനവുമാണ് ഒരു വിശ്വാസിയെ ഈ പറയുന്ന പുണ്യങ്ങൾ നേടിയെടുക്കുന്നവനാക്കി മാറ്റുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കും വക്കാണവും കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് നെരിപ്പോടുകളെ കൊണ്ടുവന്ന് ഇടുന്നിടത്തല്ല ഒരു പുരുഷന്റെയും ഒരു പെണ്ണിന്റെയും വിജയം എന്ന് പറയുന്നത്. മറിച്ച് ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, പരസ്പരം ഷെയർ ചെയ്ത്, പരസ്പരം കെയർ ചെയ്ത് ആ ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് അൽഹംദുലില്ലാ സ്വർഗത്തിലെ മണിമാളിക എന്ന് പറയുന്ന സമ്മാനം, ക്ഷമയോടെ ദാമ്പത്യ ജീവിതത്തെ തീരം എത്തിച്ചതിനാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു മാണിക്യ കൊട്ടാരമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തത് സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹുവാണ്. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാണ്. വളരെ വിജയകരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മക്കൾ നമുക്ക് കിട്ടിയ സമ്മാനമാണ്. നമ്മൾ കാരണം അവർ നരകത്തിൽ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, നല്ലത് ചൊല്ലിക്കൊടുത്ത് അവരെ ചേർത്ത് വെക്കപ്പോ മഹാനായ അമാനി മൗലവി പറയുന്നുണ്ട്, മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 5 ചിന്തകൾ. ഞാനത് പെട്ടെന്ന് എണ്ണിപ്പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. 1, അവർക്ക് മതപരമായ അറിവ് നേടിക്കൊടുക്കുക. ദീന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും, വേറെ ഒന്നും നമ്മൾ ആ വിഷയത്തിൽ പരിഗണിക്കേണ്ടതില്ല. എന്റെ കുട്ടി ഖുർആൻ പഠിക്കുന്നു. എന്റെ കുട്ടി ഒരു വാപ്പ ഞാൻ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ കുട്ടി ഖുർആൻ പൂർണ്ണമായും ഒരു തവണ ഓതി തീർത്തു. ഇത്തിരി വലിപ്പമുള്ള ഒരു കുട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ തവണ ആവർത്തിച്ച് പകുതിയോളം എത്തി എന്നൊരു വാപ്പ പറയുമ്പോൾ അതും ഒരു വാപ്പയാണ്. മനസ്സിലായില്ലേ? നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ ഞാൻ ഓതി തീർത്തു? ഖുർആൻ പൂർണ്ണമായും ഞാൻ ഒരു തവണ ഓതി കഴിഞ്ഞു. ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞത് ദീനിന് പ്രാധാന്യം കൊടുത്ത് അത് ഓതുന്നു. അത് എന്റെ കുട്ടി ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, സൽസ്വഭാവം പഠിക്കുന്നു, ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുന്നു, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങൾ പഠിക്കുന്നു. ഇത് നമ്മൾ ഉറപ്പുവരുത്തണം, നിർബന്ധമാണ്. അത് ഒരു കുട്ടിക്കും നിഷേധിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല ശിക്ഷണം കൊടുത്ത് വളർത്തുക. നല്ലത് നമ്മളിൽ നിന്ന് കേൾക്കാൻ പാടുള്ളൂ. കളവ് പറയുന്ന ഒരു വാപ്പ, നുണ പറയുന്ന ഒരു വാപ്പ, വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വാപ്പ, കണ്ടവരുടെ മെസ്സേജ്, സ്ത്രീകളുടെ മെസ്സേജ് നമ്മുടെ കുട്ടികൾ കാണേണ്ടി വരികയാണ്. കണ്ട പുരുഷന്മാരുടെ മെസ്സേജ് നമ്മുടെ മക്കൾ ഒരു ഉമ്മാന്റെ മൊബൈലിൽ നിന്ന് കുട്ടികൾ കണ്ടാൽ അവരെന്താണ് പഠിക്കുക? ആ കുട്ടിയുടെ ജീവിതത്തിൽ താളം തെറ്റുന്നതിന്റെ പ്രഥമ ഉത്തരവാദികൾ മടിത്തട്ട് തന്നെയാണ്. മടിത്തട്ട് നന്നായാലേ മക്കൾ നന്നാവുള്ളൂ. മടിത്തട്ട് നന്നാവണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല ശിക്ഷണം കൊടുക്കുക, നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ സമ്മാനം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത്തേത്, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. സമയവും സാഹചര്യവും ഒക്കെ പരിഗണിച്ച് ഉമ്മാന്റെ കുട്ടി, ഇപ്പച്ചിന്റെ കുട്ടി എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി ഉപദേശിച്ചാൽ ആ കുട്ടികൾ നന്നാവും. ഒരിക്കലും അവരെ ആക്ഷേപിച്ചത് കൊണ്ട് ഒരു കുട്ടി നന്നാവില്ല കേട്ടോ. അതും കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ എപ്പോ നോക്കിയാലും വഴക്ക് പറയുന്നൊരു വാപ്പാനങ്ങൾ ആലോചിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കാരണം അയാൾക്ക് ഇങ്ങനെ കുട്ടിന്റെ ദീനില് കഴിവ് കാണുമ്പോ ടെൻഷൻ അടിച്ചിട്ട് അയാൾ പിന്നെ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ആപ്പിളാണ്. ഈ ആപ്പിൾ എടുത്തിട്ട് വായയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും കഴുകിയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടേ കൊടുക്കുന്നതിനും രണ്ട് ഫലങ്ങളാണ്. കൊടുക്കുന്നത് ഉപദേശങ്ങളാണെങ്കിൽ എറിഞ്ഞു കൊടുത്താലൊന്നും ആരും സ്വീകരിക്കൂല, പ്രത്യേകിച്ച് പുതിയ തലമുറ. അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തിൽ ചാലിച്ച് ഉപദേശിച്ചാൽ അതിന് ഫലമുണ്ട്. അതിനാണ് ലുഖ്മാനുൽ ഹക്കീമിന്റെ അധ്യാപനം നമുക്ക് തന്നത്. അതുകൊണ്ട് മൂന്നാമത്തത് അതാണ്. നാലാമത്തത്, അവർക്ക് നോമ്പ് നോൽക്കാന്, നിസ്കരിക്കാന്, നന്മകൾ ചെയ്യാന്, സ്വതക്ക കൊടുക്കാനൊക്കെ നമ്മളായി അവസരം ഉണ്ടാക്കി കൊടുക്കുക. നന്മകൾ ചെയ്യാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അഞ്ചാമത്തത്, ഇവരുടെ ജീവനുള്ളിടത്തോളം കാലം ഒരു കുട്ടിയെയും ഒരു തിന്മയെയും ചെയ്യാൻ അനുവദിക്കരുത്. അത് ഈ മുടി വെട്ടി ചപ്രാച്ചി തലയാക്കിയിട്ട് നെയ്മറിന്നോ മെസ്സിന്നോ പറഞ്ഞു വരികയാണെങ്കിൽ ബഹുമാനവർഗളെ കൊണ്ടുപോകുക. അതേ ബാർബർ ഷോപ്പിലൊക്കെ മുഴുവൻ മുണ്ടനം ചെയ്ത് കൊണ്ടുവരിക, പിന്നെ ചെയ്യൂല. മനസ്സിലായില്ലേ? എവിടെയെങ്കിലും മുടിയും പുറത്തിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അനുവദിക്കാൻ പറ്റൂല. ഒരു വാപ്പാക്ക് അനുവദിക്കാൻ പറ്റൂല. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം വാപ്പ അനുവദിച്ചു കൊടുക്കുക. ഇവിടെ വാരിത്തേക്കാൻ നമ്മൾ എന്താ അനുവാദം കൊടുക്കുന്നത്? ഇവിടെ പുറ്റി വാരിത്തേക്കാനൊക്കെ ആരെ ഈ പൈസക്ക് വാങ്ങിക്കൊടുക്കണം? നമ്മൾ തന്നെയല്ലേ. അത് അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിന് ആരും അനുവാദം കൊടുക്കുക? ഇനിയിപ്പോ പെരുന്നാൾ വരാൻ പോണ്. ആൺകുട്ടികളെ വേഷം ധരിച്ചിട്ടേ ഇതുങ്ങളൊക്കെ ഇറങ്ങുള്ളൂ. ടീഷർട്ട് ഇട്ടിട്ട് ജീൻസിന്റെ പാന്റ് ഇട്ടിട്ട് ആണുങ്ങൾ നടക്കണ പോലെ ഇങ്ങനെ നടക്കണ ഡ്രസ്സ് ആരാ വാങ്ങിക്കൊടുക്കുന്നത്? അതുകൊണ്ട് അള്ളാഹു ശപിച്ച
അള്ളാഹു ശപിച്ച നരകത്തിന്റെ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞ, സ്വർഗത്തിന്റെ പരിമളം പോലും കൊടുക്കൂല എന്ന് പറഞ്ഞ അതിശക്തമായ ശാസനയുടെ കുറ്റവാളികളായി നമ്മൾ മാറാൻ പാടില്ല. മക്കൾക്ക് ശരീരം മൂടുന്ന നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുക. അത് ഈ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെ അറിവോടുകൂടി നമ്മുടെ കുട്ടികൾ ഒരു ഫോണിൽ ഒരു വൃത്തികേടുകൾ കാണുകയോ കാമുകന്മാരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ച് രഹസ്യമായി പല ബന്ധങ്ങളും വെച്ചു പുലർത്തുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറി ഇസ്ലാമിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച വിനകൾ അള്ളാഹു നമുക്ക് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ശിഫാഇനെ നൽകണം റഹ്മാനെ. സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കൂലിയിലും ഞങ്ങളുടെ ഉപജീവനത്തിലും നിന്റെ റഹ്മത്തും ബറക്കത്തും ഫളലും ഞങ്ങൾക്ക് വർഷിപ്പിച്ചു നൽകണമേ അള്ളാഹുവെ. ചില മനുഷ്യർ ധിക്കാരികളും ദ്രോഹികളും ആയുധമെടുത്ത് ഈ റമദാൻ മാസത്തിൽ പോലും ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ കൊല്ലാൻ. അവർ തൊടുത്തുവിടുന്ന ആയുധങ്ങളെ അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമേ അല്ലാഹ്. ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നവരെ, വിശ്വാസികളെ കൊല്ലുന്നവരെ, അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ നാട്ടിലും വംശീയ ഉന്മൂലനത്തിന്റെ കരിനിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ തിരക്കിലാണ് ചിലർ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തി നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർഭയത്വമുള്ള ഒരു മണ്ണ് എക്കാലഘട്ടത്തിലും തന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. اللهم ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. آمين 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 برحمتك يا أرحم الراحمين.